ഖുർആനെ നോക്കാതോതിയാൽ ഫലം 1000, അത് നോക്കി ഓതലിലുണ്ടടോ 2000. നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ കാരണമാകുന്ന നിസ്കാരം. നിങ്ങളുടെ പൂർവകാല സമൂഹത്തിന് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? നോമ്പ് കൊണ്ട് അള്ളാഹു ലക്ഷ്യം വെക്കുന്നത് തഖ്വയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വിശുദ്ധ റമദാനിൽ പ്രധാനപ്പെട്ട കർമ്മമായ നോമ്പിന്റെ 2 അനിവാര്യ ഘടകങ്ങളെക്കുറിച്ച്, 2 ഫർളുകളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഓർമ്മപ്പെടുത്തി. 1 നിയ്യത്ത്, 2 നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് വിട്ടുനിൽക്കുക എന്നുള്ളതാണ്. ഈ 2 അനിവാര്യ ഘടകങ്ങളെയും പാലിച്ചുകൊണ്ടായിരിക്കണം നാം നോമ്പനുഷ്ഠിക്കേണ്ടത്. വിശുദ്ധ റമദാനിൽ നിർബന്ധമായും നമുക്ക് ചെയ്യാനുള്ള ഒന്ന് അത് നോമ്പാണ് എങ്കിൽ, അതേസമയം വിശുദ്ധ റമദാൻ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യം വെക്കുന്ന, നോമ്പ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യം വെക്കുന്ന തഖ്വ എന്നുള്ള ഒന്ന് കരസ്ഥമാകണമെങ്കിൽ നോമ്പ് മാത്രമല്ല, നമുക്ക് വേറെയും പല കാര്യങ്ങളും റമദാനിൽ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. നോമ്പ് കൊണ്ട് അള്ളാഹു ലക്ഷ്യം വെക്കുന്നത് തഖ്വയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. സൂറത്തുൽ ബഖറ 183-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഓ സത്യവിശ്വാസികളെ, നിങ്ങളുടെ പൂർവകാല സമൂഹത്തിന് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി. തഖ്വ എന്നുള്ളതാണ് നോമ്പിന്റെ അടിസ്ഥാന ലക്ഷ്യം. തഖ്വ എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങളെല്ലാം പാലിക്കുകയും അവൻ വിരോധിച്ച കാര്യങ്ങളെ പാടെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതിനാണ് തഖ്വ എന്ന് പറയുന്നത്. ആ തഖ്വയാണ് നോമ്പിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് നോമ്പനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ തഖ്വ നമുക്ക് എങ്ങനെ കരസ്ഥമാക്കിയെടുക്കാം, തഖ്വ എങ്ങനെ നേടിയെടുക്കാം എന്നതിന് വേണ്ടിയുള്ള ഒരു പരിശീലനമാകണം വിശുദ്ധ റമദാനും നമ്മുടെ നോമ്പും മറ്റു കർമ്മങ്ങളുമെല്ലാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നോമ്പിന്റെ നിയ്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, നോമ്പ് അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ നോൽക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ആ ഒരു ലക്ഷ്യം, നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയാവരുത് നാം നോമ്പ് നോൽക്കുന്നത്, മറിച്ച് ലില്ലാഹി തആല, അള്ളാഹുവിന് വേണ്ടി നോമ്പനുഷ്ഠിക്കുന്നു എന്ന ഒരു നിയ്യത്തുണ്ട് എങ്കിൽ ഇൻഷാ അള്ളാഹ് ആ നോമ്പ് നമുക്ക് തഖ്വ നേടിത്തരുന്ന ഒരു നോമ്പായി തീരും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതേസമയം കേവലം ഒരു നോമ്പ് മാത്രം പോരല്ലോ റമദാനിൽ. റമദാനിൽ നാം ചെയ്യുന്ന ഏത് കർമ്മങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അനേകായിരം മടങ്ങ് പ്രതിഫലം തരുമ്പോ ആ പ്രതിഫലങ്ങളിലൂടെ നമുക്ക് സ്വർഗം നേടിയെടുക്കാനുള്ള ഒരു അവസരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ റമദാനിൽ നാം മറ്റു പലതും നേടിയെടുക്കേണ്ടതുണ്ട്, ചെയ്യേണ്ടതുണ്ട്. അതിന് കൃത്യമായ പ്ലാനിങ്, കൃത്യമായ ടൈം ടേബിൾ നമുക്ക് റമദാനിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. നോമ്പ് എല്ലാവർക്കും ഒരു സമയമാണ്. പകലിലെ നോമ്പനുഷ്ഠിക്കാൻ പറ്റൂ, രാത്രി നോമ്പനുഷ്ഠിക്കാൻ പറ്റില്ല. നോമ്പ് പകലിലാണ് നോൽക്കേണ്ടത്. അതേസമയം മറ്റു പല കർമ്മങ്ങളും, ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക, മറ്റു സുന്നത്ത് നിസ്കാരങ്ങൾ തുടങ്ങി പലതും നമ്മുടെ ഒഴിവ് സമയത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. പല കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന സമയത്ത് തന്നെ ചെയ്യണം എന്ന് നിർണയിച്ചു തന്നിട്ടുണ്ട്. അതല്ലാത്ത കർമ്മങ്ങളെല്ലാം നമ്മുടെ ജോലി തിരക്കുകൾക്കിടയിൽ
ഒഴിവു സമയം ഏതാണെന്ന് കണ്ടെത്തി അതിൽ നമുക്ക് ക്രമീകരിക്കാവുന്നതാണ്. അതുകൊണ്ട് റമദാനിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളെയും കൃത്യമായി നാം നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് അത് റമദാനിൽ നമുക്ക് അനുയോജ്യമായ യോജിക്കുന്ന സമയത്തിൽ നാം ചെയ്തു തീർക്കണം. നോമ്പിന്റെ അടിസ്ഥാന ലക്ഷ്യം തഖ്വയായതുകൊണ്ട് തന്നെ നമുക്ക് പലതും വിശുദ്ധ റമദാനിൽ ചെയ്യേണ്ടതുണ്ട്. വലിയ പ്രതിഫലമാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നത്. ശഅബാൻ മാസത്തിൽ അവസാന ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമദാനിന്റെ പവിത്രത പറഞ്ഞുകൊണ്ട് ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സൽമാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ആഖിരി യൗമിൻ മിൻ ശഅബാൻ. വിശുദ്ധ ശഅബാനിലെ അവസാന ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളുടെ മുന്നിൽ പ്രസംഗിച്ചു. എന്തായിരുന്നു ആ പ്രസംഗത്തിൽ മുത്തുനബി പറഞ്ഞത്? യാ അയ്യുഹന്നാസ് ഖദ് അളല്ലകും ശഹ്റുൻ അളീം. ഓ ജനങ്ങളെ, നിങ്ങളിലേക്ക് വിശിഷ്ടമായ ഒരു മാസം വന്നിരിക്കുന്നു. ഷഹ്റുൻ മുബാറക്, വളരെ അനുഗ്രഹീതമായ മാസമാണത്. ഷഹ്റുൻ ഫീഹി ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫി ഷഹ്ർ. ആ മാസത്തിൽ ഒരു രാത്രിയുണ്ട്, ആ രാത്രിക്ക് 1000 മാസത്തേക്കാൾ പുണ്യമുണ്ട്. ജഅലല്ലാഹു സിയാമഹു ഫരീള. ആ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പനുഷ്ഠിക്കുന്നതിനെ നിർബന്ധമാക്കിയിരിക്കുന്നു. പിന്നെയോ വഖിയാമ ലൈലിഹി തതവ്വുഅ. ആ മാസത്തിലെ രാത്രികളിൽ നിസ്കരിക്കുക എന്നുള്ളതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സുന്നത്താക്കിയിരിക്കുന്നു. തറാവീഹ് നിസ്കാരവും മറ്റു നിസ്കാരവുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ മിനൽ ഖൈർ കാന കമൻ അദ്ദാ ഫരീളതൻ ഫീമാ സിവാ. ആ മാസത്തിൽ എന്തെങ്കിലും ഒരു ഖൈർ, എന്തെങ്കിലും ഒരു പുണ്യകർമ്മം ഒരാൾ ചെയ്താൽ റമദാൻ അല്ലാത്ത മറ്റു മാസങ്ങളിൽ ഒരു ഫർളായ കാര്യം ചെയ്തവനെ പോലെയാണ്. നമുക്കറിയാം, ഫർള്, സുന്നത്ത്, ഇങ്ങനെ നാം ചെയ്യേണ്ട നമുക്ക് പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ആരാധനകളിൽ ഫർളുമുണ്ട്, സുന്നത്തുമുണ്ട്. ഫർള് വളരെ കുറവാണ്. ഓരോ ദിവസവും നമുക്ക് നിർബന്ധമായ ഒന്ന് ഫർളായ 5 വഖത്ത് നിസ്കാരങ്ങൾ, റമദാനിലെ നോമ്പ്, കഴിവുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യുക. അതുപോലെ തന്നെ റമദാനിലും അതുപോലെ തന്നെ മറ്റു മാസങ്ങളിലുമൊക്കെ സക്കാത്ത് കൊടുക്കേണ്ട ആളുകൾ ഉണ്ടാകും. അവര് അതിന്റെ കണക്കും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി നിർബന്ധമായ ആളുകൾ സക്കാത്ത് കൊടുക്കും. ഇങ്ങനെ ഫർളായ ചില കാര്യങ്ങളുണ്ട്. ബാക്കിയുള്ള പല കാര്യങ്ങളും സുന്നത്തുകളാണ്. സുന്നത്തുകളെക്കാൾ പ്രതിഫലം ഫർളിനാണ് ലഭിക്കുന്നത്. അങ്ങനെയാണ്. ഫർളിനാണ് കൂടുതൽ കൂലി, സുന്നത്തിനല്ല. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതാണോ അല്ലെങ്കിൽ 2 റക്അത്ത് സുബ്ഹ് നിസ്കരിക്കുന്നതിനാണോ കൂടുതൽ പ്രതിഫലം? സംശയമില്ല, സുബ്ഹ് നിസ്കാരമാകുന്ന ഫർള് നിസ്കാരത്തിനാണ് നാം സുന്നത്താകുന്ന 2 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലമുള്ളത്. അപ്പോൾ ഫർളിന് വലിയ പ്രതിഫലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രഭാഷണത്തിൽ പറഞ്ഞു, എന്നാൽ വിശുദ്ധ റമദാനിൽ നിങ്ങൾ സുന്നത്തായ ഒരു കർമ്മം ചെയ്താൽ റമദാൻ അല്ലാത്ത മാസത്തിൽ ഫർളായ ഒരു കർമ്മം ചെയ്തത് പോലെയായി. ഫർളായ കർമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര പ്രതിഫലം തരും, അത്രയും പ്രതിഫലം നിങ്ങൾക്ക് സുന്നത്തായ കർമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിൽ നിങ്ങൾക്ക് പ്രതിഫലം തരുന്നതാണ്. വമൻ അദ്ദാ ഫീഹി ഫരീളതൻ കാന കമൻ അദ്ദാ 70 ഫരീളതൻ ഫീമാ സിവാ. ആ വിശുദ്ധ റമദാനിൽ ഒരു ഫർള് ഒരാൾ ചെയ്യുകയാണ് എങ്കിലോ റമദാൻ അല്ലാത്ത മാസങ്ങളിൽ 70 ഫർളുകൾ ചെയ്തവനെ പോലെയായി. വിശുദ്ധ റമദാനിൽ ളുഹർ നിസ്കരിച്ചാൽ, അസ്ർ നിസ്കരിച്ചാൽ റമദാൻ അല്ലാത്ത മാസത്തിൽ 70 തവണ ളുഹർ നിസ്കരിച്ചവനെ പോലെ, റമദാൻ അല്ലാത്ത മാസത്തിൽ 70 തവണ അസ്ർ നിസ്കരിച്ചവനെ പോലെയായി. അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, റമദാനിൽ നാം ചെയ്യുന്ന ഫർള് നോമ്പിന്റെ പ്രതിഫലം, നാം നിസ്കരിക്കുന്ന ഫർള് നിസ്കാരങ്ങളുടെ പ്രതിഫലം 70 മടങ്ങായി വർദ്ധിക്കുകയാണ്. ആ ഫർള് നിസ്കാരം തന്നെ അത് ജമാഅത്തിലാകുമ്പോഴോ, റമദാൻ അല്ലാത്ത മാസത്തിൽ തന്നെ ഒരു ഫർള് നിസ്കാരം ജമാഅത്തിലായിട്ട് നിസ്കരിക്കുമ്പോ 27 ഇരട്ടി പ്രതിഫലം തരുമ്പോ, റമദാൻ മാസം അത് ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണ് എങ്കിൽ
അതിന്റെ പ്രതിഫലം എത്രയോ വലുതാണ്. ജമാഅത്തായി 27 ഇരട്ടി പ്രതിഫലമുള്ള നിസ്കാരത്തിന് അതിന്റെ 60 ഇരട്ടി പ്രതിഫലം, 70 ഇരട്ടി പ്രതിഫലം, അല്ലെങ്കിൽ അതിന്റെയും അപ്പുറം പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതാണ്. അപ്പോൾ ഒരു ഫർള് ഒരാൾ വിശുദ്ധ റമളാനിൽ നിർവഹിക്കുകയാണ് എങ്കിൽ റമളാൻ അല്ലാത്ത മാസത്തിൽ 70 ഫർളുകൾ നാം നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലം, 70 ഫർളുകൾ നാം അനുഷ്ഠിക്കുന്നതിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയാണ്. ആ പ്രസംഗത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, വഹുവ ശഹ്റു സ്വബർ, റമളാൻ ക്ഷമയുടെ മാസമാണ്. ഭക്ഷണം കഴിക്കാതെ 13 14 മണിക്കൂർ പകലിൽ നാം ഭക്ഷണം കഴിക്കാതെ നിൽക്കുന്നതിന് ക്ഷമ വേണം. ക്ഷമയുടെ മാസമാണ്. അതുപോലെ തന്നെ ധാരാളം ഖുർആൻ ഓതണമെങ്കിൽ, സ്വതക്ക ചെയ്യണമെങ്കിൽ, മറ്റുള്ള കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് നന്നായി ക്ഷമ വേണം. അത് ക്ഷമയുടെ മാസമാണ്. ക്ഷമിച്ചാലുള്ള പ്രതിഫലം എന്താണ്? വസ്വബ്റു സവാബുഹു അൽ ജന്ന, ക്ഷമയുടെ പ്രതിഫലം അത് സ്വർഗ്ഗമാണ്. വശഹ്റുൽ മുവാസാത്ത് വശഹ്റുൻ യസ്ദാദു ഫീഹി റിസ്ഖുൽ മുഅ്മിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, റമളാൻ പരസ്പരം സഹകരണത്തിന്റെയും സാന്ത്വനപ്പെടുത്തലിന്റെയും മാസമാകുന്നു. വശഹ്റുൻ യസ്ദാദു ഫീഹി റിസ്ഖുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ ഭക്ഷണം വിശാലത നൽകപ്പെടുന്ന മാസമാണ്. മൻ ഫത്തറ ഫീഹി സ്വായിമൻ കാന മഗ്ഫിറതൻ ലിദുനൂബിഹി വഇത്ഖ റഖബതിഹി മിനൻ നാർ, ഒരാൾ ആ വിശുദ്ധ റമളാനിൽ ഒരു നോമ്പുകാരനെ നോമ്പനുഷ്ഠിച്ചാൽ, നോമ്പ് തുറപ്പിച്ചാൽ, ആ നോമ്പ് തുറപ്പിച്ചതു കാരണം അവന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നതാണ്. അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് മോചനം നൽകുന്നതാണ്. വകാന ലഹു മിസ്ലു അജ്രിഹി മിൻ ഗൈരി അൻ യൻതഖിസ മിൻ അജ്രിഹി ശൈഅ, ആ നോമ്പ് തുറപ്പിച്ച വ്യക്തിക്ക് നോമ്പുകാരന് നോമ്പ് നോറ്റ പ്രതിഫലം കൊടുക്കുന്ന അതേ പ്രതിഫലം ഈ നോമ്പ് തുറപ്പിച്ച വ്യക്തിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തരും. അതുകൊണ്ട് ഞാൻ വിശുദ്ധ റമളാനിൽ ഒരു നോമ്പ് നോറ്റാൽ ആ നോമ്പിന്റെ പ്രതിഫലം എനിക്ക് 70 ഇരട്ടിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തരും. കാരണം അത് ഫർള് നോമ്പാണല്ലോ, 70 ഇരട്ടി പ്രതിഫലം ലഭിക്കും. 70 എന്ന് ചുരുങ്ങിയതാണ്. അതേസമയം നമ്മുടെ നോമ്പിന്റെ ഉദ്ദേശവും ലക്ഷ്യവും നമ്മുടെ തഖ്വയുടെയും ഒക്കെ തോതനുസരിച്ച് ആ പ്രതിഫലം 70,000-ഉം 70 ലക്ഷവും അതിനപ്പുറവും ഒക്കെ ആയിത്തീരും. അതുകൊണ്ട് ഞാനൊരു നോമ്പ് അനുഷ്ഠിച്ചാൽ ചുരുങ്ങിയത് എനിക്ക് 70 നോമ്പിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല തരും. അതേസമയം ഞാനൊരു നോമ്പുകാരന് നോമ്പ് തുറപ്പിച്ചാലോ, അയാൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നോറ്റതിന്റെ 70 ഇരട്ടി പ്രതിഫലം കൊടുക്കുമ്പോൾ അയാളുടെ പ്രതിഫലം ഒന്നും തന്നെ കുറയാതെ അത് നോമ്പ് തുറപ്പിച്ചു എന്നുള്ളതിന്റെ പേരിൽ എനിക്കും ലഭിക്കുന്നതാണ്. ഈ ഒരു പ്രസംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞപ്പോ, സ്വഹാബത്തിന്റെ മുമ്പിൽ പ്രസംഗിച്ചപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, നബിയെ ലൈസ കുല്ലുനാ നജിദു മാ യുഫത്തിറു സ്വായിം, നബിയെ ഞങ്ങൾ പലരും ദരിദ്രരാണ്, നോമ്പ് നോറ്റ ആളെ ഇങ്ങനെ നോമ്പ് തുറപ്പിക്കാൻ ഞങ്ങൾക്ക് പലർക്കും കഴിവില്ലല്ലോ നബിയെ എന്ന് ചോദിച്ചപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യുഅ്തില്ലാഹു ഹാദ സവാബ മൻ ഫത്തറ സായിമൻ അലാ തംറത്തിൻ ഔ ശുർബത്തി മാഇൻ ഔ മദ്ഖത്തി ലബൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഓ സ്വഹാബ, നിങ്ങൾക്കും ഈ പ്രതിഫലം നേടിയെടുക്കാം. നോമ്പ് തുറപ്പിച്ച ആൾക്ക് ഞാൻ ഓഫർ ചെയ്യുന്ന ഈ പ്രതിഫലം ലഭിക്കണമെങ്കിൽ വലിയ വിഭവ സമൃദ്ധിയുള്ള ഭക്ഷണം തന്നെ കൊടുക്കണം എന്നില്ല. മറിച്ച് വെള്ളം കൊണ്ട് നോമ്പ് തുറപ്പിച്ചവനും ഈ പുണ്യമുണ്ട്, ഒരു കാരക്കയുടെ ചീന്തുകൊണ്ട് നോമ്പ് തുറപ്പിച്ചവനും ഈ പുണ്യമുണ്ട്, ഒരു മുറുക്ക് പാലുകൊണ്ടെങ്കിലും നോമ്പ് തുറപ്പിച്ച ആൾക്കും ഈ പ്രതിഫലമുണ്ട് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഈ ഒരു ഹദീസിന്റെ അവസാന ഭാഗം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഞാനത് വിശദീകരിക്കാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രസംഗത്തിന്റെ ബാക്കി പറഞ്ഞു. ആ ഹദീസിന്റെ ബാക്കി ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി തങ്ങൾ പറയുന്നു, വഹുവ ശഹ്റുൻ അവ്വലുഹു റഹ്മ വഔസതുഹു മഗ്ഫിറ വആഖിറുഹു ഇത്ഖും മിനൻ നാർ. ആ മാസത്തിന്റെ ആദ്യ ഭാഗങ്ങൾ, അതായത് ആദ്യ 10 ദിനങ്ങൾ അല്ലാഹു പ്രത്യേകം കരുണ ചെയ്യുന്ന കാരുണ്യത്തിന്റെ ദിനരാത്രങ്ങളാണ്. രണ്ടാമത്തെ 10 ദിവസങ്ങൾ
അവൻ ധാരാളം പാപമോചനം നൽകുന്ന മഗ്ഫിറത്തിന്റെ 10 ദിനങ്ങളാകുന്നു. മൂന്നാമത്തെ 10 ദിനങ്ങൾ നരകത്തിൽ നിന്ന് അവൻ മോചനം നൽകുന്ന നരകമോചനത്തിന്റെ 10 ദിനങ്ങളാകുന്നു. ഇത്രയും ഭാഗമാണ് ഈ ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ. ഈ ഹദീസിന്റെ തുടക്ക ഭാഗത്തിൽ ഞാൻ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിൽ നോമ്പ് നോൽക്കുന്നതിനെ ഫർളാക്കി. ഇതാണ് ഫർളായ നിർബന്ധമായ ഒരു കർമ്മം. അതേസമയം ആ ഹദീസിന്റെ ബാക്കി ഭാഗങ്ങളിൽ പറഞ്ഞതെല്ലാം നാം വിശുദ്ധ റമളാനിൽ ചെയ്യേണ്ട സുന്നത്തായ കർമ്മങ്ങളാകുന്നു. അതിൽ പ്രധാനമായും നാം പറഞ്ഞത് വഖിയാമ ലൈലിഹി തതവ്വുഅ, ആ റമളാനിലെ രാത്രികളിൽ നിന്ന് നിസ്കരിക്കുക എന്നുള്ളതിന്, ആ റമളാനിലെ രാത്രികളിൽ നിസ്കരിക്കുക എന്നുള്ളതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്താക്കിയിട്ടുണ്ട്. അത് ഏത് നിസ്കാരമായിരിക്കും? ഇശാ നിസ്കാരം റമളാനിൽ മാത്രമല്ല, റമളാൻ അല്ലാത്ത ദിവസങ്ങളിലും ഉണ്ട്. ഇശാഇന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരം, വിത്ർ നിസ്കാരം തുടങ്ങി തഹജ്ജുദ്, രാത്രിയിൽ നിർവഹിക്കേണ്ട പല നിസ്കാരങ്ങളും റമളാനിൽ മാത്രമല്ല. പിന്നെ റമളാനിൽ രാത്രി നിസ്കരിക്കുന്നതിനെ സുന്നത്താക്കി എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം, പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അത് സ്വലാത്തു തറാവീഹ് നിസ്കാരമാണ്. തറാവീഹ് നിസ്കാരം നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, അത് സുന്നത്താണ്. അതേസമയം അതിന്റെ പ്രതിഫലം എത്രയാണ്? ഒരു ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഒരാൾ വിശുദ്ധ റമളാനിൽ രാത്രി നിന്ന് നിസ്കരിച്ചാൽ, അതായത് തറാവീഹ് നിസ്കരിച്ചാൽ, ഈമാനൻ അയാൾ വിശ്വസിച്ചുകൊണ്ട്, വിശ്വാസിയായിക്കൊണ്ട്, വഹ്തിസാബൻ അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അയാളുടെ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകുമെന്ന് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ റമളാനിലെ ആ ഒരു തറാവീഹ്, റമളാനിൽ മാത്രമുള്ള നിസ്കാരം, ആ ഒരു തറാവീഹിന്റെ പ്രതിഫലം എത്രയാണ്? റമളാനിലെ തറാവീഹ് ആലോചിച്ചു നോക്കൂ, എത്രയായിരിക്കും അതിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്നത്. അതുകൊണ്ട് റമളാനിൽ നാം ടൈം ടേബിൾ തയ്യാറാക്കുമ്പോൾ, റമളാനിലെ നമ്മുടെ കർമ്മങ്ങളെ നാം അത് ഒരു പ്ലാനിങ്ങോടുകൂടെ തയ്യാറാക്കുകയാണ് എങ്കിൽ അതിൽ രണ്ടാമതായി നമുക്ക് കടന്നു വരേണ്ടത് തറാവീഹ് നിസ്കാരം. തറാവീഹ് നിസ്കാരം എല്ലാ ദിവസവും നിർവഹിക്കും. ഒരൊറ്റ തറാവീഹും റമളാനിൽ എനിക്ക് നഷ്ടപ്പെടുകയില്ല എന്ന് നാം നേരത്തെ അങ്ങ് തീരുമാനിച്ചു. കാരണം റമളാനിൽ മാത്രമാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല തറാവീഹ് സുന്നത്താക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തറാവീഹ് 20 റക്അത്തും ഒരൊറ്റ റക്അത്ത് പോലും നഷ്ടപ്പെടാതെ പുരുഷന്മാർ പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് ആ ഒരു നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു ആ ഹദീസിൽ, മൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ മിനൽ ഖൈർ കാന കമൻ അദ്ദാ ഫരീളതൻ ഫീമാ സിവാ. ആ വിശുദ്ധ റമളാനിന്റെ ദിനരാത്രങ്ങളിൽ എന്തെങ്കിലും ഒരു പുണ്യകർമ്മം കൊണ്ട് അല്ലാഹുവിലേക്ക് ഒരാൾ അടുക്കുകയാണ് എങ്കിൽ അയാൾ റമളാൻ അല്ലാത്ത മാസത്തിൽ ഒരു ഫർള് ചെയ്തവനെ പോലെയാണ്. ഞാൻ പറഞ്ഞു, ഒരു ഫർളിന്റെ പ്രതിഫലം 70 ഇരട്ടിയാണ്. അതുകൊണ്ട് തന്നെ റമളാൻ അല്ലാത്ത മാസത്തിൽ ഫർള് ചെയ്തവനെ പോലെയായിരിക്കും റമളാനിൽ ഇത്തരത്തിലുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്താൽ. അതിലെല്ലാം പെട്ടു, എല്ലാ പുണ്യകർമ്മങ്ങളും പെട്ടു. ദിക്ർ പെട്ടു, സ്വലാത്ത് പെട്ടു, സ്വതക്ക പെട്ടു, എല്ലാം ഇതിൽ ഉൾപ്പെടും. അതുകൊണ്ട് ഏത് സുന്നത്തായ കർമ്മങ്ങൾ നാം ചെയ്യുമ്പോഴും റമളാൻ അല്ലാത്ത മാസത്തിൽ നാം ചെയ്യുന്ന ഫർളുകളുടെ പ്രതിഫലം ലഭിക്കാൻ പറ്റുന്ന രൂപത്തിൽ ധാരാളം സുന്നത്തായ കർമ്മങ്ങളെ വിശുദ്ധ റമളാനിൽ നാം കൊണ്ടുവരേണ്ടതുണ്ട്. റമളാനിൽ മാത്രം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സുന്നത്താണല്ലോ നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. വലിയ പ്രതിഫലമുള്ള കാര്യമാണ് അല്ലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ ആ പ്രഭാഷണത്തിൽ, മൻ ഫത്തറ ഫീഹി സ്വായിമൻ കാന മഗ്ഫിറത്തൻ ലിദുനൂബിഹി വഇതഖ റഖബതിഹി മിനൻ നാർ. നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ അത് നിമിത്തമാകും, കാരണമാകും. നരകത്തിൽ നിന്ന് അയാൾ രക്ഷപ്പെടാൻ അത് കാരണമാകും. എന്നു മാത്രമല്ല,
നോമ്പ് നോറ്റവന് നൽകപ്പെടുന്ന പ്രതിഫലം അയാൾക്ക് ഒട്ടും കുറവ് വരാതെ നോമ്പ് തുറപ്പിച്ച ആൾക്കും ലഭിക്കുമെന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റമദാനിൽ നമ്മുടെ പ്ലാനിങ്ങുകളിൽ ഉണ്ടാകേണ്ട ഒന്നാണ്, റമദാനിൽ ഒരു 30 പേരെയെങ്കിലും എനിക്ക് നോമ്പ് തുറപ്പിക്കാൻ സാധിക്കും. വളരെ ലളിതമാണ്. 30 അല്ല, നാം വിചാരിച്ചാൽ 100 പേരെയും അതിലപ്പുറം ആളുകളെയും ഒക്കെ നമുക്ക് നോമ്പ് തുറപ്പിക്കാൻ സാധിക്കും. കാരണം വലിയ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുക്കണമെന്നില്ല. ഈ ഒരു പ്രതിഫലം ലഭിക്കാൻ വെള്ളം കൊണ്ടോ ഈത്തപ്പഴം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ വിഭവങ്ങൾ കൊണ്ട് പോലും നോമ്പ് തുറപ്പിച്ചാൽ ഈ ഒരു പ്രതിഫലം ലഭിക്കും. നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിന്റെ അരികിൽ വലിയ പ്രതിഫലം ലഭിക്കണം എന്നുള്ളതായിരിക്കണം എന്ന് മാത്രം. അതുകൊണ്ട് വളരെ ലളിതമായ രൂപത്തിൽ നമുക്ക് പലരെയും നോമ്പ് തുറപ്പിക്കാൻ സാധിക്കും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ വീട്ടിൽ ഒരുപക്ഷെ 3-4 അംഗങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. 4 അംഗങ്ങളുള്ള ഒരു വീടാണ് എങ്കിൽ 5-ാമതായി ഒരാൾ ഭക്ഷണം കഴിക്കാൻ വന്നാൽ അയാൾക്ക് ആ ഭക്ഷണം തികയുമോ? തികയും. അങ്ങനെയായിരിക്കും പലപ്പോഴും പല ആളുകളും വിശുദ്ധ റമദാനിലൊക്കെ 4 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കിയാൽ 1-2 ഒക്കെ ആൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം വേസ്റ്റായി പോകുന്ന ഒരു സമ്പ്രദായം പലപ്പോഴും നാം കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് റമദാനിൽ നോമ്പ് അനുഷ്ഠിച്ച ആളെ നോമ്പ് തുറപ്പിക്കാൻ വളരെ ലളിതമാണ്. എങ്ങനെ? നാം മഗ്‌രിബിന് പള്ളിയിലേക്ക് പോകുമ്പോ അല്ലെങ്കിൽ അസ്റിന് പള്ളിയിലേക്ക് പോകുമ്പോ നമ്മുടെ ഒരു കൂട്ടുകാരനോട് പറയുക, ഇന്ന് എന്റെ കൂടെ നോമ്പ് തുറക്കാൻ പോലെ. അങ്ങനെ ഓരോ ദിവസവും ഓരോ വ്യക്തിയെ കൊണ്ടുപോവുകയാണ് എങ്കിൽ വിശുദ്ധ റമദാനാകുമ്പോഴേക്ക് 30 പേരെ നമുക്ക് നോമ്പ് തുറപ്പിക്കാൻ സാധിക്കും. ഇനി അതല്ല, ഒരാൾക്കും കൂടെയുള്ള ഭക്ഷണം കൂടുതൽ ഉണ്ടാക്കുന്നു എങ്കിൽ 2 പേരെയോ 3 പേരെയോ ഒക്കെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഒരു ദിവസം 3 പേരെ നോമ്പ് തുറപ്പിക്കുകയാണ് എങ്കിൽ റമദാൻ തീരുമ്പോഴേക്ക് 90 പേരെ നമുക്ക് നോമ്പ് തുറപ്പിക്കാൻ സാധിക്കുമല്ലോ. പിന്നെ ഏതായാലും എല്ലാ ഓരോ വീട്ടിലും റമദാനിൽ ഒരു നോമ്പ് തുറ സാധാരണ ഉണ്ടാവാറുണ്ട്. പുതിയാപ്പിളയെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിശിഷ്ട വ്യക്തികളെയോ ഒക്കെ നാം നോമ്പ് സൽക്കാരം എന്ന പേരിൽ നാം ക്ഷണിക്കാറുണ്ട്. ആ കൂട്ടത്തിൽ ഒരു 10, 15, 20 ഒക്കെ ആൾ ഉണ്ടാവുകയാണ് എങ്കിൽ ഉറപ്പായിട്ടും വളരെ ലളിതമായി റമദാൻ കഴിയുമ്പോഴേക്ക് ഒരു 100 പേരെ നോമ്പ് തുറപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഇനി വേണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാടുകളിലെ പല പള്ളികളിലും വലിയ രൂപത്തിൽ നോമ്പ് തുറ സംഘടിപ്പിക്കാറുണ്ട്. ലളിതമായ രൂപത്തിൽ ഫ്രൂട്ട്സുകളോ മറ്റു ചെറിയ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കൊടുത്ത് ഒരു ദിവസം തന്നെ 100, 200, 300 ഒക്കെ ആളുകളെ നോമ്പ് തുറപ്പിക്കുന്ന പള്ളികളുണ്ട്. അത്തരം പള്ളികളിൽ പല വ്യക്തികളും അത് ഏറ്റെടുത്ത് ചെയ്യാറുള്ളത്. അതിലും നമുക്ക് ഭാഗമാകാം. കാരണം നോമ്പ് നോറ്റവന് നോമ്പ് തുറപ്പിക്കുന്നതിന്റെ പ്രതിഫലം വലുതാണ്. പാപങ്ങൾ പൊറുക്കപ്പെടാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും അത് കാരണമാകും. അതിലപ്പുറം നോമ്പ് നോൽക്കുന്ന ആളുടെ പ്രതിഫലം നോമ്പ് നോറ്റവന് ഒന്നും കുറയാതെ തന്നെ നോമ്പ് തുറപ്പിക്കുന്ന ഈ വ്യക്തിക്കും ലഭിക്കുന്നതാണ്. ആലോചിച്ചു നോക്കൂ, 100 വ്യക്തിയെ ഈ വിശുദ്ധ റമദാനിൽ നോമ്പ് തുറപ്പിക്കുകയാണ് എങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് 100 പേരുടെ നോമ്പിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുകയല്ല. അതുകൊണ്ട് ഈ വിശുദ്ധ റമദാനിൽ നാം പ്ലാൻ ചെയ്യേണ്ട ഒന്നാണ്, നോമ്പുകാരനെ, എത്ര നോമ്പുകാരെ എനിക്ക് നോമ്പ് തുറപ്പിക്കാൻ സാധിക്കും, അത് ഏത് രൂപത്തിൽ ഞാൻ തയ്യാറാക്കണം, ഏത് രൂപത്തിൽ ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കണം. വളരെ ലളിതമായി വലിയ സാമ്പത്തിക നഷ്ടമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ആ ഒരു രൂപത്തിൽ പലരെയും നോമ്പ് തുറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ വിശുദ്ധ റമദാനിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് സ്വതക്ക ചെയ്യുക എന്നുള്ളത്. ഞാൻ പറഞ്ഞു, ഒരു ഖൈറായ കാര്യം ചെയ്താൽ അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ അല്ലാത്ത മാസങ്ങളിൽ 70 അല്ലെങ്കിൽ റമദാൻ അല്ലാത്ത മാസങ്ങളിൽ ഫർള് ചെയ്തവനെ പോലെയായി എന്ന് പറയുമ്പോൾ, ഒരു സ്വതക്ക എല്ലാ ദിവസവും നാം ചെയ്യുകയാണ് എങ്കിൽ റമദാൻ 30 ദിവസവും വലിയ സ്വതക്കയുടെ പ്രതിഫലം നമുക്ക് ലഭിക്കുകയില്ലേ? വലിയ വലിയ സംഭാവനകൾ ചെയ്യണമെന്നല്ല പറഞ്ഞത്,
ഒരു 10 രൂപ അല്ലെങ്കിൽ ഒരു 20 രൂപ 100 രൂപ വിശുദ്ധ റമദാനിൽ ഓരോ ദിവസവും അവരവരുടെ കഴിവനുസരിച്ച് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ദീനീ സംരംഭങ്ങൾക്ക് വേണ്ടിയോ ആർക്കായാലും സ്വതക്ക ആർക്കും കൊടുക്കാം. മുസ്ലിമിന് തന്നെ കൊടുക്കണമെന്നില്ല. കഷ്ടത അനുഭവിക്കുന്ന ആർക്കും കൊടുക്കാം, അയൽവാസികൾക്ക് കൊടുക്കാം. ഇൻഷാ അല്ലാഹ് സ്വതക്കയെ പറ്റി മറ്റൊരു ദിവസം നമുക്ക് ചർച്ച ചെയ്യാം. ആർക്കും നൽകാം. ഈ സ്വതക്ക ഓരോ ദിവസവും നാം ഒരു 10 രൂപ മാറ്റിവെക്കുകയാണ്, അല്ലെങ്കിൽ 20, 50, 30 അല്ലെങ്കിൽ 100 രൂപ ഇതിനു വേണ്ടി മാറ്റിവെക്കുകയാണ് എങ്കിൽ ഓരോ ദിവസവും ചിലപ്പോൾ കൊടുക്കാൻ നമുക്ക് സാധിക്കണമെന്നില്ല. അതേസമയം ഓരോ ദിവസവും സ്വതക്കയാണ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അവിടെ സ്വരൂപിച്ചു വെക്കുക. എന്നാൽ വിശുദ്ധ റമദാനിൽ ഓരോ ദിവസവും സ്വതക്ക ചെയ്ത പ്രതിഫലം നമുക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ടൈം ടേബിളിൽ, നമ്മുടെ ഈ പ്ലാനിങ്ങിൽ സ്വതക്ക കൂടെ കടന്നു വരട്ടെ. വിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ് മറ്റൊന്ന്. അതിനുകൂടെ നാം കൃത്യമായ സമയം കണ്ടെത്തി പരമാവധി ഓതാൻ വേണ്ടി നാം പ്ലാൻ ചെയ്യും. വിശുദ്ധ റമദാനിൽ ഒരു പ്രാവശ്യമെങ്കിലും ഖുർആൻ ഖത്മ് തീർക്കാൻ വേണ്ടി ശ്രമിക്കും. 2, 3, 5, 10 ഒക്കെ കഴിയുമെങ്കിൽ അങ്ങനെ. ചില ആളുകൾക്ക് റമദാൻ മുഴുവനും ഫ്രീ ആയിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് എത്രയും ഖുർആൻ ഓതാമല്ലോ. അതുകൊണ്ട് വളരെ ലളിതമാണ് ഖുർആൻ പാരായണം എന്നുള്ളത്. ഓരോ നിസ്കാര ശേഷവും 2 പേജ് വീതം ഓതുകയാണ് എങ്കിൽ ഒരു ജുസ് മിക്ക മുസ്ഹഫുകളിലും 20 പേജായിരിക്കും. അതായത് 10 കഷ്ണങ്ങളായിരിക്കും. ഇത് 2 കഷ്ണങ്ങൾ, അതായത് 4 പേജുകൾ ഓരോ നിസ്കാര ശേഷവും ഓതുകയാണ് എങ്കിൽ 5 വഖ്ത് നിസ്കാരങ്ങൾ തീരുമ്പോഴേക്ക് വിശുദ്ധ റമദാനിൽ നമുക്ക് ഒരു പ്രാവശ്യം ഖുർആൻ പൂർണ്ണമായും ഓതി തീർക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ടൈം ടേബിളിൽ, നമ്മുടെ നോമ്പിനെ കുറിച്ചുള്ള ആ ഒരു പ്ലാനിങ്ങിൽ ഖുർആൻ പാരായണം ചെയ്യാനുള്ള സമയം നാം തയ്യാറാക്കി വെക്കും. ചിലപ്പോ മഗ്രിബ് നിസ്കാരത്തിന് ശേഷം ഖുർആൻ ഓതാൻ സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. ഇശാ നിസ്കാരത്തിന് ശേഷം ചിലപ്പോ സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. അതിനുള്ള സമയം ഞാൻ ദുഹറിന്റെ മുമ്പ് കുറച്ചോതട്ടെ, അസറിന്റെ മുമ്പ് കുറച്ചോതട്ടെ, അല്ലെങ്കിൽ സുബഹിക്ക് ശേഷം കുറച്ച് കൂടുതൽ ഓതട്ടെ. ആ രൂപത്തിൽ നാം അത് അറേഞ്ച്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ലളിതമായി കൂടുതൽ അധ്വാനങ്ങളില്ലാതെ നമുക്ക് ഖുർആൻ ഓതി തീർക്കാൻ സാധിക്കും. അതുകൊണ്ട് വിശുദ്ധ റമദാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണല്ലോ. ആ ഖുർആൻ ധാരാളം ഓതുക, അതിനുവേണ്ടി സമയം കണ്ടെത്തുക. എത്ര തിരക്കുള്ളവരാണെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ തല മുതൽ അവസാനം വരെ ഓതി തീർക്കും എന്നുള്ള ഉറച്ച തീരുമാനത്തോടുകൂടെ നാം അതിനു വേണ്ടി സമയം കണ്ടെത്തുകയാണ് എങ്കിൽ ഇൻഷാ അല്ലാഹ് റമദാനിൽ നമുക്ക് ഒരു ഖത്മ് ഓതി തീർക്കാൻ സാധിക്കും. സമയം കൂടുതലുള്ളവർ അത് 2 ആക്കട്ടെ. വീണ്ടും സമയമുള്ളവർ അത് 3 ഖത്മുകളാക്കട്ടെ. 5 ഖത്മുകൾ സാധിക്കുമെങ്കിൽ അങ്ങനെയാകട്ടെ. അപ്പോൾ അവർ ഓരോരുത്തരും അതിനുവേണ്ടി വ്യത്യസ്തമായ രൂപത്തിൽ പ്ലാൻ ചെയ്യേണ്ടി വരും. 3 ഖത്മുകൾ റമദാനിൽ ഓതി തീർക്കണമെങ്കിൽ ഒരു ദിവസം 3 ജുസ്ഉകൾ ഓതണം. 10 ദിവസമാകുമ്പോഴേക്ക് ഒരു ഖത്മ് തീരും. 20 ദിവസമാകുമ്പോഴേക്ക് 2 ഖത്മ് തീരും. റമദാൻ തീരുമ്പോഴേക്ക് 3 ഖത്മുകൾ ഓതി തീർക്കാൻ നമുക്ക് സാധിക്കും. എത്ര സന്തോഷമായിരിക്കും. അപ്പോ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചിലർക്ക് തോന്നും, ഉസ്താദെ, ഞങ്ങൾക്ക് ഇങ്ങനെ ഖുർആൻ ഇത്ര സ്പീഡിൽ ഓതാൻ അറിയില്ല, പഠിക്കേണ്ട കാലത്ത് ഞങ്ങൾ പഠിച്ചില്ല, ഞങ്ങൾ എന്ത് ചെയ്യും? അവരും വിശുദ്ധ റമദാനിൽ ഖുർആൻ പഠിക്കട്ടെ. ഖുർആൻ പഠിക്കുന്നതിനും വലിയ പ്രതിഫലമാണല്ലോ ഉള്ളത്. പഠിക്കാനുള്ള അവസരങ്ങൾ കണ്ടെത്തി അത് പഠിക്കട്ടെ. ഇനി പഠിക്കാനൊന്നും കഴിയില്ല. ചിലപ്പോ പല പ്രായമുള്ള ആളുകളുടെ അവസ്ഥ കാണുമ്പോ വലിയ സഹതാപം തോന്നാറുണ്ട്. പഠിക്കേണ്ട കാലത്ത് പഠിക്കാത്തത് കൊണ്ട് ഇപ്പോൾ ഖുർആൻ നോക്കി ഓതാൻ സാധിക്കുന്നില്ല, തെറ്റുകൂടാതെ ഓതാൻ സാധിക്കുന്നില്ല. ഓതണം എന്ന് പ്രതീക്ഷിച്ചാൽ തന്നെ കാഴ്ച വേണ്ട രൂപത്തിൽ ശരിയാകുന്നില്ല. റമദാനിൽ അവർ ഖുർആനിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ല, ഒരിക്കലും ഉണ്ടായിക്കൂടാ. കാരണം
ഖുർആൻ അവതരിച്ച മാസമല്ലേ? ആ ഒരു മാസത്തിലെങ്കിലും ഖുർആനിനോട് നമുക്കൊരു ബന്ധം വേണ്ടേ? ഇനി ഓതാൻ അറിയില്ല എങ്കിൽ ആധുനിക സംവിധാനങ്ങൾ എത്രയും വികസിച്ച കാലമല്ലേ ഇന്ന്? മൊബൈലെടുത്ത് വിശുദ്ധ ഖുർആൻ തല മുതൽ അവസാനം വരെ നമുക്കൊന്ന് കേട്ടുകൂടെ? ഖുർആൻ കേൾക്കുന്നതിന് എത്ര പ്രതിഫലമാണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിലപ്പോഴൊക്കെ ചില സ്വഹാബികളെ വിളിച്ചുകൊണ്ട് ആ സ്വഹാബിയോട് പറയും, നിങ്ങളൊന്ന് ഓതൂ, ഞാനൊന്ന് കേൾക്കട്ടെ. ആ കേൾക്കുന്നതിന് പോലും വലിയ പ്രതിഫലമുണ്ട്. അതുകൊണ്ട് നോക്കി ഓതാൻ അറിയാത്തവർ കേട്ടുകൊണ്ടെങ്കിലും ഒരു ഖത്മ് തീർക്കട്ടെ. കേൾക്കുന്നതോടുകൂടെ ഖുർആനിലേക്ക് നോക്കാനും പറ്റുമല്ലോ. ഓതാൻ അറിയില്ലെങ്കിലും ഖുർആൻ നോക്കിക്കൂടെ? ഖുർആൻ നോക്കുന്നതിനും പ്രതിഫലമുണ്ട്. കാണാതെ ഓതുന്നതിനേക്കാൾ പ്രതിഫലം നോക്കി ഓതുന്നതിനുണ്ട്. ഖുർആനെ നോക്കാതോതിയാൽ ഫലം 1000, അത് നോക്കി ഓതലിലുണ്ടടോ 2000 എന്ന് പറഞ്ഞാൽ ഖുർആൻ കാണാതെ ഓതുമ്പോൾ 1000 പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല തരുമ്പോൾ നോക്കി ഓതുമ്പോൾ അതിന്റെ ഇരട്ടി പ്രതിഫലമാണ്. ഒന്ന് പാരായണം ചെയ്ത പ്രതിഫലം, മറ്റൊന്ന് ഖുർആൻ നോക്കിയതിന്റെ പ്രതിഫലം. ഖുർആനിലേക്കുള്ള നോട്ടം ഇബാദത്താണ്. വിശുദ്ധ കഅബാലയത്തിലേക്കുള്ള നോട്ടം ഇബാദത്താണ്. പ്രസവിച്ച ഉമ്മയുടെ മുഖത്തിലേക്ക് നോക്കൽ ഇബാദത്താണ്, പുണ്യമാണ്. നല്ല ആരിഫായ, വലിയ ആലിമായ, വലിയ തഖ്വയുള്ള പണ്ഡിതൻ, ആ പണ്ഡിതന്റെ മുഖത്ത് നോക്കുന്നത് ഇബാദത്താണ്. ഈ 4 നോട്ടങ്ങൾ ഇബാദത്താകുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ ഖുർആനിലേക്കുള്ള നോട്ടം. ആ നോട്ടം ഇബാദത്താണ്. ആ നോക്കിക്കൊണ്ടെങ്കിലും അവനൊരു ഖത്മ് തീർക്കട്ടെ. എനിക്ക് ഓതാൻ അറിയില്ലല്ലോ എന്ന് പരാതി പറഞ്ഞ് വിശുദ്ധ ഖുർആനിനെ നെവർ മൈൻഡ് ചെയ്യാതെ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും നാം ഒരു ഖത്മ് തീർക്കുക. കേട്ടുകൊണ്ട് തന്നെ കൂട്ടത്തിൽ നോക്കി ഓതാൻ സാധിക്കുമെങ്കിൽ അങ്ങനെയെങ്കിലും വിശുദ്ധ ഖുർആൻ ഒരു ഖത്മ് ചെയ്ത് 1, 2, 3 പ്രാവശ്യം ഖുർആൻ തല മുതൽ അവസാനം വരെ ഓതാൻ വേണ്ടി നാം ശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഈ വക കാര്യങ്ങൾ വിശുദ്ധ റമളാനിൽ നമ്മുടെ പ്ലാനിങ്ങിൽ ഉണ്ടായിരിക്കണം. ഒന്നാമതായി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ നോമ്പനുഷ്ഠിക്കുക, അതെല്ലാവരും ചെയ്തിരിക്കും. രണ്ടാമതായി തറാവീഹ് നിസ്കാരം ഉപേക്ഷിക്കാതിരിക്കുക. മറ്റൊന്ന്, നോമ്പ് നോറ്റ ആളെ 100 ആളുകളായ കഴിയുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു 30 ആളുകളെയെങ്കിലും നോമ്പ് തുറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടിയുള്ള സമയം കൃത്യമായി നാം പ്ലാനിങ് ചെയ്തു വെക്കുക. നമ്മുടെ സമയത്തിനനുസരിച്ച് ഖത്മുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ ഓരോ ദിവസവും സ്വതക്ക ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെയുള്ള പല പ്ലാനിങ്ങുകളും വിശുദ്ധ റമളാനിലേതായി നമ്മുടേത് ഉണ്ടാകട്ടെ. എങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ റമളാൻ തീരുമ്പോൾ നമുക്ക് വലിയ ആത്മീയ സായുജ്യം ഉണ്ടാകും, വലിയ സന്തോഷമുണ്ടാകും. അൽഹംദുലില്ലാഹ്, ഈ റമളാൻ മുതലായി പോയല്ലോ എന്നുള്ള സന്തോഷമുണ്ടാകും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ നീ പുറത്തു മാപ്പാക്കി തരണം റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, നീ ശിഫാ നൽകണം റഹ്മാനെ. ഓപ്പറേഷന് വിധിക്കപ്പെട്ടവരുണ്ട്, നീ റാഹത്താക്കി തരണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് വലയുന്നവരുണ്ട്, റബ്ബെ പരിഹാരം നൽകണം റഹ്മാനെ. അതുപോലെ തന്നെ വീടില്ലാതെ കഷ്ടത അനുഭവിക്കുന്നവരുണ്ട്, നീ യോജിച്ച വീട് എളുപ്പമാക്കി തരണം അല്ലാഹ്. കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും ബറക്കത്ത് നൽകണം അല്ലാഹ്. വിവാഹപ്രായം എത്തി നിൽക്കുന്നവരുണ്ട്, അനുയോജ്യനായ ഇണകളെ നൽകണം റഹ്മാനെ. ഗർഭിണികളുള്ളവരുണ്ട്, സുഖപ്രസവം നൽകണം റഹ്മാനെ. അങ്ങനെ തുടങ്ങി പല വിഷമങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ റാഹത്ത് ചൊരിക്കണം റഹ്മാനെ. പ്രത്യേകമായി ആഖിബത്ത് നന്നായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ തൗബ കബൂലായി കൽബിലെങ്കി വിളങ്ങി മരിക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണം റഹ്മാനെ. ഞങ്ങളുടെ ദുആകളും ഞങ്ങളുടെ നിസ്കാരങ്ങളും നോമ്പുകളും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നീ കബൂലാക്കി തരണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.